ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഫാദർ ജോബി. ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് പശുക്കളെ പറ്റിയും ജേഴ്സി പശുക്കളെ പറ്റിയും നമ്മുടെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴുത്തിനെ പറ്റിയൊക്കെ നമ്മൾ ചെറിയ ഫാമിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഫാമിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് വരാതിരുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ചെറിയൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഒരു കൊല കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ കൊല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാസവളം ചെയ്താൽ തോന്നും, രാസവളം ചെയ്തിട്ടേ ഇല്ല. നമുക്കിവിടെ കാസർഗോഡ് പശുക്കളുണ്ട്, ജേഴ്സി പശുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുങ്ങളുടെ ചാണകം മൂത്രമൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ വളം ചെയ്യുന്നുണ്ട്. ഈ കൊല നിന്നത് നമ്മൾ പശുക്കൂടിൻ്റെ അടുത്താണ്, തൊഴുത്തിൻ്റെ അടുത്താണ്. അതിലിങ്ങനെ വെള്ളം, നമ്മൾ കഴുകുന്ന വെള്ളവും ചാണകവും മൂത്രമെല്ലാം ഒഴുകി പോകുന്ന സ്ഥലമാണ്. അതിൻ്റെ അവിടെ നിന്നൊരു കൊലയാണിത്. ഇത് തൂക്കിയപ്പോൾ ഒരു 24-25 കിലോ തൂക്കം വന്നിട്ടുണ്ട്. ഇതിന് രാസവളമൊന്നും ചെയ്യാത്തൊരു കൊലയാണ്. നമ്മളീ പറഞ്ഞ് രാസവളം പൊതുവെ ചെയ്യാറില്ല. നമ്മുടെ എല്ലാ കൃഷികൾക്കും നമ്മൾ ചെയ്യുന്നത് ജൈവവളം തന്നെയാണ്. നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം തന്നെയാണ്, പ്രത്യേകം പ്രോസസ്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല വലിപ്പമൊക്കെ ഉണ്ട്. എക്സിബിഷനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഷോയ്ക്ക് വേണമെങ്കിൽ വെക്കാം. ഇത് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചാരപ്പൂവൻ, പൂവൻ കൊല തന്നെ ചാരപ്പൂവനാണിത്. നമുക്കൊരുപാട് വാഴകൾ പൂവൻ വിഭാഗത്തിൽപ്പെട്ടാണ്. ഏത്തവാഴ കുറച്ചുണ്ട്, പൂവനുണ്ട്, ഞാലിപ്പൂവനുണ്ട്. ഇത് അധികമില്ല. നമ്മൾ സാമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇത് നമ്മുടെ ഈ പറമ്പിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഴ ഇനമാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറ്റുന്ന പോലെ നിങ്ങളെ സഹായിക്കാം. വിത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ച് തരാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആശ്രമത്തിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമൊക്കെ ഒന്ന് കാണാം. ഫാമെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ചെറിയ തോതിലൊക്കെ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഫാദേഴ്സാണ്. നമ്മൾക്ക് വേറെ പുറത്തുനിന്ന് അധികം പേരൊന്നും ഇവിടെ സഹായിക്കാനൊന്നുമില്ല. ഒരു ചെറിയൊരു പയ്യനാണുള്ളത്. ഒരു പയ്യൻ നമുക്ക് സഹായിക്കുന്നുണ്ട്, ആലക്കോടുള്ള അലക്സ്. അല്ലാതെ വേറെ നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും നമ്മുടെ പണിക്കാരായിട്ട് സഹായിക്കാൻ ഹെൽപ്പേഴ്സായിട്ടില്ല. നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കുറച്ച് വാഴയൊക്കെ ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നമ്മുടെ കൃഷിയെ കാണാനായിട്ടുള്ള അവസരമുണ്ട്. ഒരു മടിയും കൂടാതെ എനിക്ക് വരാൻ എപ്പോഴും സ്വാഗതം. അപ്പം നമ്മൾ ചെയ്യുന്ന കൃഷിയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ അതൊരു പുതിയ അറിവായിരിക്കും. അല്ലെങ്കിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ജൈവ കൃഷി ആഗ്രഹിക്കുന്നവർക്കുള്ള ടിപ്സൊക്കെ തരാനായിട്ട് സാധിക്കും. നമുക്കൊരു 3 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിൽ എത്തിക്കുക. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പ് പ്രത്യക്ഷപ്പെടും. അടുത്ത പ്രത്യക്ഷപ്പെടുന്നവരെ കാണാം.